മറ്റു വാർത്തകളിലേക്കാണ്. PSCക്കെതിരെ വീണ്ടും പരാതി. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കെ കോടതി അനുമതിയില്ലാതെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി നിയമനം നടത്തിയെന്നാണ് പരാതി. 2020-ൽ അപെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയുടേതാണ് പരാതി. PSCക്കെതിരെയുള്ള പരാതി അന്വേഷിക്കുന്ന SIT സംഘത്തിന് ഉദ്യോഗാർത്ഥി പരാതി നൽകി. 2020 ഫെബ്രുവരി 26-ന് സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിനായി പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയാണ് നിയമനം നടത്താതെ PSC അട്ടിമറിച്ചതെന്നാണ് പരാതി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് KRFED ഒഴികെയുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ലിസ്റ്റിൽ നിയമനം നടന്നു. പിന്നീട് കോടതിയും സർക്കാരും ഇടപെട്ടതിനെ തുടർന്ന് 23 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടും PSC ചെയർമാൻ തയ്യാറായില്ലെന്ന് ഉദ്യോഗാർത്ഥി ആരോപിക്കുന്നു. കോടതിയുടെ അനുമതി വാങ്ങാതെ പുതിയ നോട്ടിഫിക്കേഷൻ ഇടുകയും അതിൽ നിന്ന് നിയമനം നടത്തി 23 പേരുടെ നിയമനം PSC നടത്തുകയും ചെയ്തു. ശമ്പള സ്കെയിലോ ക്വാളിഫിക്കേഷനിലോ ഒന്നും മാറ്റമില്ല. ഞങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി പുതിയ നോട്ടിഫിക്കേഷൻ ഇടുന്നതിലേക്കാണ് PSC ശ്രമിച്ചത്. നിയമനം അനുവദിക്കാത്തതിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കെ കോടതിയെ അറിയിക്കാതെ PSC KRFEDിലേക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും 23 ഒഴിവുകളിൽ നിയമനം നടത്തുകയും ചെയ്തു. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിയമനം നടത്താൻ എന്നിരിക്കെ മുടന്തൻ ന്യായം പറഞ്ഞാണ് PSC ചെയർമാൻ നിയമനം അനുവദിക്കാതിരുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്നുള്ള കത്ത് നിലവിൽ തന്നിട്ടും PSC ഈ ഒരു യോഗ്യതയുടെ പേരിൽ ഞങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയത് PSC ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ദുരൂഹമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിനും ഉദ്യോഗാർത്ഥി പരാതി നൽകി. മീഡിയ 1 തിരുവനന്തപുരം. രജീഷ് നരിക്കുനി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജീഷ്, അപ്പോൾ PSCക്കെതിരെ പരാതി പ്രളയമാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ഒരുപക്ഷെ കേസ് നിലനിൽക്കെ തന്നെ അതിനെ മറികടന്നുകൊണ്ട് വീണ്ടും വിജ്ഞാപനം ഇറക്കി നിയമനം നടത്തി എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ്. എന്തായാലും അതുകൂടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു. ജിൻസി, ഇത് മറ്റൊരു കേസായി തന്നെയാണ് ഇപ്പോൾ പരാതിയായി SIT സംഘത്തിന് മുമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട മാറി നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള വലിയ രീതിയിലെ പരാതികളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതുകൂടാതെ ഇപ്പോൾ കൂടുതൽ പരാതികൾ SIT സംഘത്തിന് മുമ്പിലേക്ക് എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഇത് മാറുകയാണ്. കാരണം 2017-ലാണ് സർക്കാരിന്റെ അപെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC ഇറക്കുന്നത്. 2020-ൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. 2023-ലാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ KRFED ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് സർക്കാരും ഒപ്പം തന്നെ കോടതിയുമൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ ഒഴിവുകളടക്കം റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായത്. 23 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം സർക്കാർ ഇതിലേക്കുള്ള നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് PSCക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ നിയമനം നടത്താതിരിക്കുന്ന ഒരു നിലപാട് ഈ KRFEDും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് PSC സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കെ ഹൈക്കോടതി അറിയിക്കാതെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും പിന്നീട് അതിൽ നിന്ന് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ 23 പേർക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്ത, അതായത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നിലയിലേക്ക് 23 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഈ പുതിയ നോട്ടിഫിക്കേഷനിലെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 23 പേർക്ക് നിയമനം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നൽകിയ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും SIT സംഘത്തിന് മുമ്പിൽ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ വിശദമായ മൊഴിയും അതുമായി ബന്ധപ്പെട്ട രേഖകളും ഒക്കെ SIT സംഘത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ SIT കടക്കാൻ സാധ്യതയുണ്ട്. ജിൻസി.